ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ ഒരു ചെറിയൊരു തിരക്കായിരുന്നു. ഇതാര ഐഡിയ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട ഐഡിയ ആണ്. ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയതാണ്. നല്ല കോസ്റ്റ്യൂമാ, ഗോൾഡൻ ക്രിമിനൽ ഉണ്ട്, ബ്ലൂ ക്രിമിനൽ ഉണ്ട്, പിന്നെ ഗൺ സ്കിന്നൊക്കെ മാത്സ് AWM-നെയാണ്. ഇത് AWM-നെയാണ്, ഈ AWM-ആണ്. ഇത് ഏത് ഗണ്ണെന്ന് പറയുക, ശരിക്കിത് മനസ്സിലാവുന്നില്ല ഏതാണെന്ന്. ഇതും പറയണേ, ഇതെനിക്കറിയാം. ഇത് നിഞ്ചവാള്, ഇതെനിക്കറിയാം. ഇതും ആ നീല ഇതും കൂടെ പറയാം. പിന്നെ പാസ്, ഗോൾഡൻ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ലേറ്റ് പാസ്സൊക്കെ ഒരു ഓൾഡ് അല്ലെന്ന് തോന്നുന്നു. ഓൾഡല്ല, ഇത് 6 years ഒന്നുമില്ല. BR-ൽ കളി സോളോ കറി അല്ല, കളി 76, ഡൂയോ 33, സ്ക്വാഡ് 60. പിന്നെ CS-ൽ എല്ലാ മാച്ച് 212 മാച്ച് കളിച്ചിട്ടുണ്ട്. 102 കളിക്ക് ജയിച്ചിട്ടുമുണ്ട്. ഈ സാധനത്തിന് എടുത്തു മാറ്റാൻ പറ്റിയതെങ്കിൽ എനിക്കൊന്ന് ഹെഡ്ഷോട്ട്. പിന്നെ അത്യാവശ്യം നല്ല അക്കൗണ്ടാ. ഈ ഇമോട്ട് ന്യൂ അല്ല, ഇത് പഴയ ഇമോട്ടാ. പിന്നെ സിഡ്സിൻ്റെയാണ്. മൈക്ക് ചെറുതായിട്ട് ഓഫായിപ്പോയി. ലൈക്ക് കൊടുത്തേക്കാം ബ്രോ. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇത്രയല്ല, വീഡിയോ കുറച്ചുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഫ്രീ ഫയർ കളിക്കാനല്ല വന്നത്, നമ്മൾ PUBG കളിക്കാനാണ് വന്നത്. ഞാൻ ID കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. PUBGയിൽ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് വന്നു ഗൈസ്. പൊന്നെ, ഞാൻ ഇന്ന് രാവിലെ കളിക്കാമെന്ന് വിചാരിച്ച PUBGയാണ്. ശരി, രാവിലെ കളിക്കാൻ പറ്റാത്തത് ഈ PUBGയിൽ പുതിയ അപ്ഡേറ്റ് എത്ര മഴക്കേട് കൊണ്ടാണ് ഡൗൺലോഡ് ചെയ്തത്. ഒരു വിധത്തിൽ ഡൗൺലോഡ് ഇല്ല. പിന്നെ MB കുറച്ച്. ലോവിങ് സ്ക്രീൻ മാറിയിട്ടുണ്ട്. എനിക്ക് ലോവിങ് സ്ക്രീൻ ഇങ്ങനെ തന്നെ. ഇത് ഓക്കെ. ലോവിങ് സ്ക്രീൻ ഗൈസ്, ഒരു കാര്യം പറയട്ടെ. ഈ ഷർട്ടില്ലേ, ഈ ഷർട്ട് എനിക്കിപ്പോൾ ഉള്ളൂ. വേറെ ഷർട്ട് എനിക്ക് വരുന്നില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജോയിൻ പ്ലസ് ഞാൻ വിചാരിച്ച അവരെ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാൻ. മതി. എടാ, എനിക്ക് ഇതൊന്നും കളിക്കണ്ട. എനിക്ക് ഡാൻസ് കളിച്ചത്. ഏത് ഡാൻസ് കളിക്കും നമ്മള്? ഓക്കെ, ഇത് കളിക്കും. വേണ്ട, ഇത് ഫുള്ള് ഗേൾസ് കളിക്കുന്നു. ഇതെന്തേരി PUBGയിലൊരു ഗൈസ്, ഇവിടെ നിന്ന് ജമ്മിയാണ്. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? PUBGയിലിരിക്കുന്നതൊക്കെ കൊള്ളാം. ഗൈസ്, ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. ചുമ്മാ അയ്യോ,
ഗൈസ് ഞാൻ സ്റ്റാർട്ട് അടിച്ചല്ല, ഞാൻ സ്കോഡായിട്ടാണ് പോണത്. പോയതല്ലേ ഒരു മാച്ച് കളിക്കാം. ഓക്കെ സ്റ്റാർട്ട് അടിച്ച് അതിലെത്തിയാലേ ഔട്ട് അടിക്കാൻ പറ്റും. സ്കോഡാണെങ്കിൽ സ്കോഡ് ഞാൻ 4 പേരുണ്ട്. അവരെന്നെ പറഞ്ഞിട്ടുണ്ട് റിയൽ ലൈഫ് അല്ലെന്ന്. ഒരിക്കലും നമ്മൾ 4ാമത്തെ ടീമിനെ കൊല്ലാൻ പറ്റൂ. അയ്യോ എന്തിരാ 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 ചത്താ. പൊളി. എനിക്കിതാണ് ഇത് ഉണ്ടാ. ഞാൻ വന്നണ്ട സൗണ്ട് കൂട്ടി വെച്ചുതരാം. സൗണ്ട് ഗെയിമിൽ ഫുൾ സൗണ്ടാണ് പറയാറ്. പക്ഷെ എനിക്ക് സൗണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല. കുറച്ച് സൗണ്ട് എല്ലാം വയ്ക്കും. ഇറങ്ങണോ ഗൈസ്? വേണ്ടല്ലേ, ജെമ്മെന്നൊക്കെയാണ്. ഞാനിവിടെ നമുക്ക് എവിടെ ഇറങ്ങാം? നല്ല സ്ഥലം. അവിടെ ഇറങ്ങിയാല? അവിടെ ഇറങ്ങാം. ഗൈസ് പബ്ജിയിലൊരു പ്രത്യേകത ഉണ്ട്. ആരും ഫസ്റ്റ് ഇറങ്ങൂല. അങ്ങനെ ഒരാളെങ്കിലും ഇറങ്ങിയാലേ ഇറങ്ങും. അല്ല നമ്മളെ ഫ്രീ ഫയറിലാണ് എവിടെ എത്തിയെന്നൊന്നും അറിഞ്ഞൂടെ. എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതി. അവരൊക്കെ ഇറങ്ങി എനിമീരാക്കിയാൽ മതി. പക്ഷെ നമ്മളെ പബ്ജി അങ്ങനെയല്ല. പബ്ജിയിൽ ആൾക്കാർക്ക് വിവരം തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും ചേട്ടനും ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. ഫ്രീ ഫയറിനെ കുറ്റം പറയണല്ല. എല്ലാവരും ലാൻഡിങ്ങിന് തന്നെ. ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. എനിമികളാറ്റം കണ്ട ഞാൻ വിട്ട്. ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ പ്രോ അല്ല. അയ്യോ പോവല്ലേ, ഭയങ്കര ആരെങ്കിലും ഉണ്ടാകും. പേടിയോ? ഇങ്ങോട്ടിട്ടാലില്ലേ ആരെങ്കിലും വന്നാൽ അടിച്ചിടും. നമ്മളെ രക്ഷിക്കാൻ അവര് വരണം. ഇത്രയും റിയലിസ്റ്റിക് ആയിരുന്നു ഈ ഗെയിം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സൗണ്ട്. നമ്മളാളാ വണ്ടി ഗൈസ്. ഈ ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ ഇത് പബ്ജിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാണ് ഈ കുതിരയെ പബ്ജി എന്നാണെന്ന്. നിങ്ങളിപ്പോൾ വിചാരിക്കും പബ്ജി എന്നല്ലേ എന്ന്. ശരിക്കും പബ്ജി എന്ന് തന്നെ. പബ്ജിയും ചില സാധനങ്ങളൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട് ഫ്രീ ഫയറിലുണ്ട്. അത് ഏതൊക്കെ സാധനമെന്ന് എനിക്കിപ്പോൾ അറിയാൻ വയ്യ. ഓട്ടോമാറ്റിക് ബാക്കിൽ
ഫ്രണ്ട്സ് ഉണ്ട സ്ഥലത്ത് നമുക്ക് പോവാം. ഫ്രണ്ട്സ് ഉണ്ട് സ്ഥലത്ത് പോയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മളാരെങ്കിലും കൊല്ലും. പിന്നെ ഈ പബ്ജിയിൽ ഒരു പ്രത്യേകത കാര്യമുണ്ട്. ഈ പബ്ജി എന്ന് പറയണ പബ്ജിയിലെ എല്ലാ ഫ്രണ്ട്സും മലയാളികളാണ്. ചിലപ്പോൾ ബംഗാളികളായാലും അയ്യോ ഗായ്സ്, ഏതൊരുത്തും പോണം. പോട്ടെ, നമുക്ക് പെട്ടെന്ന് പോണം. അയ്യോ എനിക്കൊന്നും വയ്യ, മാറണോ ഇത്. ഞാൻ ഇവിടെ ഒന്നും നിർത്തൂല. ഞാൻ അങ്ങ് കിട്ട പറമ്പിലേറ്റം കൊണ്ടുപോയി നിർത്തും. അത് എനിക്ക് വയ്യ. അല്ലെങ്കിൽ ഇവിടെ നിർത്തൂല. ഇവിടെ നിർത്തുന്നത് ഇഷ്ടമില്ല. ആരെങ്കിലും വന്നൊരു പ്രശ്നമുണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവ് ബൈക്കിലാറ്റമാണെങ്കിൽ അവന്മാരിപ്പോൾ കൊന്നതിനെ ദോണ്ട എഴുന്നാരാ ആരാ വരുന്നേ? അയ്യോ എനിക്ക് പേടി. അല്ല, ഒരു മിനിറ്റ് ഓട്ടോമാറ്റിക് വാങ്ങിച്ചിട്ട് നമ്മളാളാണ്. ഹായ് നമ്മള് ഞാൻ തിന് മേടിക്കുന്ന എനിക്കൊരു പണിയില്ല മേടിക്കാൻ. ഞാൻ നമ്മളാളല്ലെന്ന് വിചാരിച്ച് ഓടുന്നു. ഇടല്ല ഗണ്ണുണ്ട് കേട്ടോ. ആരാ വന്ന് തോക്കെടുക്ക. അമ്മേ അയ്യോ അയ്യോ ഇവിടെ പോണ്ട നിങ്ങള്. നമ്മളെ ഡ്രസ് ഇവിടെ എനിക്കിത് കൊള്ളൂല. ഞാൻ വിചാരിച്ച ഏതാ പോയിച്ചിരുന്നു. എവിടെന്നോ ഒരു ബുള്ളറ്റ് എവിടെന്നാ വരുന്നത്. UMP ഉണ്ട്. UMP V45 ഇനി ഒട്ടും ഇല്ലല്ലോ ബുള്ളറ്റ്. പിന്നെ എന്തിനാ ഇത് വെച്ചേക്കുന്നത്? പെട്ടെന്നായ വിഷുവായ. പബ്ജിയിൽ ഒരു കോപ്പി അടിച്ച കാര്യം ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇത് ബൈക്കായിരുന്ന ഞാൻ ബുള്ളറ്റ് എടുക്കട്ടെ. 30 ഉണ്ട്.
വണ്ടി വരുന്ന ആരാ വരുന്ന ആൻറ്റി അല്ല അയ്യോ ഞാൻ പബ്ജിയോ അധികം കളിക്കൂല. നാളെ തൊട്ട് പബ്ജി കളിച്ചു പിടിക്കാം. വേണ്ട ഇറങ്ങണ്ട ഇറങ്ങി അടിക്കാൻ ഉണ്ടേ ഒളിച്ചിരിക്കാൻ സൈഡിൽ എനിക്കൊന്നല്ല. അയ്യോ ഞാൻ ചാവാ പോണേ. ഞാൻ ഗൈസ് എന്താണെന്നറിയ ഇത്രയും പബ്ജിയുടെ പേടി. പബ്ജി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആരെ വേണമെങ്കിലും പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും. ദൃശ്യം 3 ആണ് ഗൈസ്. ദൃശ്യം 3 നിങ്ങൾ കണ്ട? ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും വരുന്നത്. ഗൈസ് നിങ്ങൾ ദൃശ്യം 3 കണ്ട? ഞാൻ കണ്ടില്ല. പക്ഷെ നല്ല സിനിമയെന്ന് പറയാണ്. പക്ഷെ നമ്മളെ ടി വി ഇത് വരും ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് നമ്മളെ ടി വിയിൽ വന്നു. എന്തെങ്കിലും ചെയ്യാൻ വല്ല കുഴപ്പമോ? അയ്യോ അതുകൊണ്ടിരിക്കുന്ന ഇവനായിരുന്നു അവിടെ. ഇവനെ ഞാൻ കൊടുക്കാം. ടീമായിട്ട് വന്ന ഇവന്മാരൊക്കെ ആരുടെ ഇവന്മാരെ? ഒന്ന് എവിടെ ഗൈസ് പബ്ജിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ കണ്ടിനും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഗൈസ് പബ്ജിയിൽ സ്നൈപ്പർ എന്ന് പറയുന്ന ഗണ്ണിൻ്റെ പേരെങ്ങനെ ആയിരിക്കും ഇങ്ങനെ അറിയാമോ? ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ ഒന്ന് പറയണേ. എന്താന്ന് വെച്ചാൽ എനിക്ക് പബ്ജിയിൽ അങ്ങനെ അറിഞ്ഞൂടാ. സോം വരുന്ന അയ്യോ സോം വന്നു തുടങ്ങി. എവിടെയുടെ വണ്ടിയിൽ ഇപ്പറേ കയറിയിരിക്കണം. സോം വന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ സോണിന് ടടടത് പറഞ്ഞാണ്. ഇനിയിപ്പോൾ എന്തെടുത്ത എന്തേലും ഇപ്പം എടുത്ത ബോംബോക്കിനിപ്പോൾ എന്തെടുത്ത നമുക്ക് പോവല്ലേ? പൊളിട്ടേ ഗൈസ്. അടുത്ത ഞാൻ സ്കൂള് കാണിച്ചു തരാം ഗൈസ്. സ്കൂള് കാണിച്ചു തരാം. അടുത്തതിനല്ല ഇനി എപ്പോഴെങ്കിലും കാണിച്ചു തരാം. എനിക്ക് ഈ പബ്ജിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ പബ്ജി എന്ന് പറയുന്ന ഗെയിം തന്നെ കേൾക്കുന്നത് ഫസ്റ്റ്. ഞാൻ ഫ്രീ ഫയറിനെ കുറിച്ച് അധികം കേട്ടിട്ടുള്ളൂ. പബ്ജിയെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോഴല്ലേ പണ്ടെനിക്ക് ചേട്ടനുണ്ട്. പണ്ടെനിക്ക് അറിവില്ലാത്ത എനിക്ക് പണ്ടൊരു ചേട്ടൻ എനിക്ക് പബ്ജി ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ടാബ് അത് നിങ്ങൾക്കറിയായിരിക്കും. ഭാഗ്യരഥ എന്ന് പറയണ ഒരു യൂട്യൂബ് ചാനലിൽ എനിക്കുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതിലാക്കിയോ. അതിലെനിക്ക് കേൾക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ അതാണ് എനിക്ക് അടിച്ചു പോയി. എൻ്റെ ടാബ് പോയി, അതും അടിച്ചു പോയി. ഇപ്പം അക്കൗണ്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് റീചാർജ് ആയിരുന്നു. നമ്മൾ ജയിച്ചെന്നൊന്ന് നമ്മളല്ലാതെ ആരും ജയിക്കാനിപ്പോൾ അല്ല ഗായ്സ്. ശരിക്കും ഒരു കാര്യമുണ്ട്. ഈ ഫ്രീ ഫയറിനെ പകുതി ഞാൻ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ റാങ്ക് കൂടും. പക്ഷേ ഒരു കളിയോരും ജയിക്കില്ല. എനിക്ക് എന്താണ് പറ്റുന്നത്? പക്ഷേ പബ്ജിയിൽ ഞാൻ ന്യൂബാണ്. അവിടെയാണെങ്കിൽ മറിച്ച് തിരിച്ച് ഇവന്മാരൊക്കെ ഫുള്ള് എനിമയാണ് കൊല്ലുന്നത്.
എനിക്ക് ഒരു എനിമേരെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇവന്മാരൊക്കെ എവിടെ എവിടെയാ നീ ആയിരുന്ന ഇവനാരി ഞാടാ ബ്രേക്ക് കേറ്. ഇവനെന്ത് ഇടിച്ചിട്ടാലേ ഇടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ഇടിച്ചിടാൻ പറ്റിയേ അവരടിച്ചിട്ടേ. പബ്ജി പറ്റിയതുകൊണ്ട് ഏത് ക്യാരക്ടറായാലും നമുക്ക് ഇതിടാം, ഹെൽമെറ്റ് ഇടാം. പക്ഷെ ഫ്രീ ഫയർ ഒരു കുഴപ്പമുണ്ട്, മാക്സിമം ആദം അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, പിന്നെ ഗേള് ക്യാരക്ടേഴ്സ് മറ്റേ മഞ്ഞ ഉടുപ്പിട്ട ഏതാ ഗേള് ക്യാരക്ടേഴ്സിന് മാത്രമേ അങ്ങനത്തെ നൂബ് നൂബ് വണ്ടിയിൽ മാത്രമേ തലയിൽ ക്യാപ്പ് വയ്ക്കാൻ പറ്റൂ. ബാക്കിയുണ്ട് ക്യാപ്പ് വെച്ചാൽ എന്താണ് ഗൈസ്? വല്ല കുഴപ്പമുണ്ടോ നമുക്ക്? ഉണ്ടാ ഇല്ല. അപ്പം എന്ത് ചെയ്യണം? ഫ്രീ ഫയറിനെ എങ്ങനെയെങ്കിലും അറിയിപ്പിക്കണം. അയ്യോ, നമ്മളെ ചെറുക്കൻ തോണ്ടേ വരുന്നേ. അണ്ണനെത്തിയളിയാ, അണ്ണ ബ്രോ അല്ലേ? ഞാനല്ലാതെ പിന്നെ ആര് റിവൈവ് ചെയ്യാൻ? എങ്ങനെയുണ്ട് ഇവന്? ഞാനില്ലാതെ പിന്നെ ആര് റിവൈവ് ചെയ്ത് തരും? ഈശ്വര, ഹിന്ദി പറഞ്ഞൂടാ, പറഞ്ഞു നോക്കാം. ബായ്. ബായ്, ഒന്ന് വണ്ടിയിൽ കയറൂ. മൂന്നാമത്തെ പ്ലെയറിന് അടുത്ത് ചോദിക്കുന്നു, ഒന്ന് വണ്ടിയിൽ കയറൂ. കയറ് പെട്ടെന്ന് കയറ്. അണ്ണനെ കൊല്ലാ. കത്താമയ്യോ, അടുത്ത റിവൈവ് ആയില്ലേ? എല്ലാത്തിനും ഞാനല്ലാതെ പിന്നെ ആര് റിവൈവ് ആക്കാൻ? എന്താ വരുന്നു? സോണിനാദ്യം വെട്ടേണ, സോണിന് വെട്ടാണെങ്കിൽ അന്ന് റിവൈവ് ആക്കാൻ പറ്റൂലേ? അയ്യോ, സോൺ. അയ്യോ, സോൺ. സോറി, റിവൈവ് ആക്കാൻ പറ്റൂലേ? സോണുണ്ട്. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അയ്യോ, മൈക്കോട്ടെ. അപ്പ് ഞാനല്ലാതെ പിന്നെ ഗ്രേറ്റ് അല്ല ഈറ്റ്. പൊട്ടന്മാരെ സോം. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്ന സോൺ. ഞാനെന്തേലും കാണിച്ച എന്നെ കൊല്ലാൻ വരുന്ന ബ്രോ. ഈ സോണില്ലേ, സോൺ വരെയാണ്. പെട്ടെന്ന് എല്ലാരും വരണം, അല്ലെങ്കിൽ എന്ത് പറ്റും? സോൺ വന്നെല്ലാരെയും താങ്ക്സ് ബ്രോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വെടി വയ്ക്കാൻ പറ്റില്ല ബ്രോ. ഒന്ന് നിർത്ത് ബ്രോ. ഒരു എനിമി ഒന്ന്. ബ്രോ, ഒരു എനിമി.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പബ്ജി പ്ലേയേഴ്സ് കണ്ട നമ്മളെ ചുമ്മാ ഇരുട്ടിക്കൊണ്ട് പോകുന്നല്ലേ. ഇങ്ങനെ വെടിവെക്കാനുണ്ട്, തോക്കൊന്നും വേണ്ട, ഒരു പിസ്റ്റളേറ്റ് മതി. ഗോ ഗോ ബ്രോ, ടീച്ചോ ബ്രോ, ഗോ 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 ബ്രോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, സ്റ്റോപ്പ്. മൂന്നാമത്തെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറയണം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. മൂന്നല്ലേ? മൂന്ന് സ്റ്റോപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. ഇവിടെ ആ വില്ലേജിനടുത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് മോസ്റ്റർ സാക്കിനെ കയറിപ്പോയാലോ? റിവൈവ് ചെയ്യാനാണോ പോണ? റിവൈവ് ചെയ്യാൻ പറ്റൂടാ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ട്. വെൻഡിങ് മെഷീനും ഫ്രീ ഫയർ എന്നാണ് കോപ്പി അടിച്ചത്. കണ്ടില്ല മൂന്നായിട്ട്. അയ്യോ, കാശ് പൈസ, ഷോപ്പ് കഴിയും. അയ്യോ, എനിക്കൊരു സാധനങ്ങൾ മേടിക്കാനുണ്ട്. അണ്ണാ പോവല്ലേ. ഇത് മേടിക്കാൻ നമുക്ക് 15 ഓർഡർ മതി. ഇതിപ്പോൾ 2 മെരിക്കിട്ട് മേടിക്കാൻ പറ്റും. മേടിക്കാൻ പറ്റുമോ? എടാ, നിനക്ക് തരോടോ. നീ അണ്ണനെ തൊടില്ലടാ. തൊടോടാ, അവൻ വന്നേക്ക് തന്നെ തൊടാൻ. അവനെ ആര്? അത് എന്നെ പ്രോ പ്ലെയർ ആയിട്ടുണ്ടോ? എന്നെ പ്രോ പ്ലെയർ ഒന്നും ഇല്ല, അത്രയ്ക്കില്ല. ഇതെന്നെ ഒരു പ്രോ പ്ലെയർ ആണെന്ന് പറയാനല്ലേ? ആണല്ല, ആണ്. ഫ്രീ ഫയർ കളിച്ചോണ്ട് ഞെക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അണ്ണായി ഏതൊരുത്തൻ വന്ന്. അയ്യോ, അവൻ ആരടാ? ഈശ്വര, സോമവാരം ഞാൻ ബൈക്ക് എടുക്കട്ടെ. പിന്നീട് സോം വന്നാൽ പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റൂല. അയ്യോ, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലേ? മോസ്റ്റർ ട്രക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. മോസ്റ്റർ എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അണ്ണനെ ചെറുതായിട്ട് ഹാങ് ആയിപ്പോയി. എന്നാന്ന് പറഞ്ഞൂടാ. പിന്നെ നമ്മൾ ഒരു ഇതിലായിരുന്നു മിനി മിൽറ്റി ഞാൻ കളിക്കുന്നതായിരിക്കും. അത് ഈ ചാനലല്ല, നമ്മൾ സ്പൈഡർ, അതൊക്കെ ഒരു കൊച്ചല്ലേ, മിനിയല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കളിക്കാൻ പോണത് ഏതിലായിരിക്കും? പറയട്ടോ. അത് കളിക്കാൻ പോണത് നമ്മൾ ഏതിലായിരിക്കും പറയണ്ട, ഞാൻ തന്നെ പറയാം. അത് നമ്മൾ കളിക്കാൻ പോണത് നമ്മുടെ സ്പൈഡർ ഗെയിമിങ്ങിൽ ആയിരിക്കും. പിന്നെ ഗൈസ്, എനിക്കൊരു ഡൗട്ട്. നിങ്ങൾ ലൈക്ക് ടാർഗറ്റ് കൂട്ടിക്കോ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാണ് അയ്യോ ഗൈസ്, തോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? പോട്ടാ എന്നാ പോവേണേ. എവിടെ
അങ്ങോട്ട് പോകും. ഗൈസ് ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടില്ല. നീ പാചകമില്ലടാ അമ്മ, നമ്മളെ ചെറുക്കനടിക്കാൻ വരൂടാ, അണ്ണനടിക്കാൻ വരൂടാ. ഈശ്വര ഈശ്വര എനിക്ക് വരാൻ പറ്റാത്ത ആവശ്യമാണ്. അണ്ണൻ കളിക്കുന്ന ഗൈസ്. ശബ്ദമില്ലല്ലേ? ശബ്ദം ഗൈസിനൊരു പ്രശ്നം, അതാണ് ഞാൻ ഹെഡ്ഫോൺ വെച്ച് കേൾക്കാത്ത. ചെവി അടിച്ചു. എടാ പെട്ടെന്ന് കേറടാ. അവിടെ കിടക്കുന്ന ചുമ്മാ പറ്റിയതാ. നെറ്റ് ഉണ്ടായിരുന്നു. നെറ്റ് ഉണ്ടായിരുന്നു. തൽക്കാലം ഒരു കളി നമ്മൾ കുറച്ചല്ലേ കളിച്ചുള്ളൂ. ഈ വൈൻഡപ്പ് ചെയ്യാനാണെങ്കിൽ സമയമായിട്ടില്ല. ഒരു കളിയേ കളിച്ചോളൂ. 52 സെക്കൻഡേ ആയുള്ളൂ. ഫ്രീ ഫയർ ആറ്റം കളിക്കാൻ വെക്കുക, അതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്ത് പറ്റിയത്? ഞാൻ കളിക്കാം. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. ഇപ്പം എൻ്റെ നെറ്റിന് കുറച്ച് സ്ലോ ഉണ്ട്. എന്തുവാ റാങ്ക് 100 ആയില്ലേ? എങ്ങനെയെങ്കിലും എനിക്ക് ഇമോട്ട് എടുപ്പിക്കണം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഏത് അക്കൗണ്ടെന്ന്, ഇത് ഏത് പേര്, ഇത് ഏത് അക്കൗണ്ടെന്നൊക്കെ. അതെ, എൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഭാഗ്യരഥ ബിആർ ദാണ്ടേ ഇരിക്കുന്നു. ഭാഗ്യരഥ ബിആർ കണ്ട കുട്ട. ഞാൻ നല്ലോണം കൊണ്ടുവരുന്ന അക്കൗണ്ട്. ഞാൻ അറിയാതെ എൻ്റെ എങ്ങനെയാ ഫ്രീ ഫയർ ബാൻ ചെയ്തേക്കല്ലേ. ഇപ്പോൾ ഫ്രീ ഫയർ മാത്സല്ലേ ഇന്ത്യയിലുള്ളൂ. എൻ്റെതാണെങ്കിൽ ചൈനീസാണ്. അപ്പോൾ ചൈനീസിൽ ഇന്ത്യയിൽ വന്നാൽ ഇങ്ങനെ വരൂ. ഈ ഫ്രീ ഫയർ വന്നേക്കുന്നത്. ഞാനാണെങ്കിൽ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ് ഡിലീറ്റ് ആക്കിയത് ഫ്രീ ഫയർ മാത്സ്. അപ്പം എൻ്റെ അക്കൗണ്ട് പോയി. 28 ലെവൽ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇതിലാണെങ്കിൽ ഞാൻ ഇപ്പം കുഷിയത് വെച്ചേക്കായിരുന്നു. റാങ്ക് ഞാൻ കുഷിയത് 18 ലെവൽ, 15 ലൈക്ക്, 65 ലൈക്കൊക്കെ ആയപ്പോൾ പോയി. ഇപ്പം ഞാനും ലൈക്ക് അടിക്കും എൻ്റെ അക്കൗണ്ട്. അയ്യോ നല്ലതായിരുന്നു. പിന്നെ ഒരു കുഴപ്പമുണ്ട്. ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് എനിക്ക് ആ അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ കണ്ട ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ ഫസ്റ്റ്. ഇനി വരാൻ പോണ ഫസ്റ്റ് ഇവന്മാരാണ്. പക്ഷെ ഞാനായിരുന്നു ഫസ്റ്റ് എടുക്കാനുണ്ടത് എന്ന്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. ഞാനാണ് റാങ്ക് പുഷ് ചെയ്യുന്നത്. ഇവനൊക്കെ എൻ്റെ ഉണ്ടാകുന്നവനാണ്. ഇവനൊക്കെ ഇപ്പം കയറിയവനാണ്. അല്ല ഇതാണ് എന്നെ ഒരു ഇതാണ് എന്നെ ഒരു രണ്ടാമത്തെ ഗൂഗിൾ അക്കൗണ്ട്. അതിന് ഞാൻ അങ്ങനെ ടോപ്പപ്പ് ഒന്നും ചെയ്യില്ല. അയ്യോ എന്നെ അവൾ ഡിലീറ്റ് ആക്കിയ. ഇല്ല 11 ദിവസമായ ഞാൻ കയറിയിട്ട്.
ഗൈസ് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു ദിവസം പോലും കയറാതെ ഇരുന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും എൻ്റെ അക്കൗണ്ടിൽ ഈ അക്കൗണ്ടിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ഞാൻ വല്ലപ്പോഴും നോക്കിയാൽ മതി. ഇതിലൊക്കെ ഞാൻ 14 ദിവസം ആയപ്പോഴാണ് ഞാൻ കെയർ ചെയ്തിരുന്നത്. ചുമ്മയാണ് കയറുന്നത്. പക്ഷെ ഈ അക്കൗണ്ടിൽ ഞാൻ കൊണ്ട് നടന്നത്, അയ്യോ ഇതിൽ ഞാൻ കളക്ഷൻ കാണിച്ചത് എൻ്റെ കയ്യിൽ. പക്ഷെ ഇത്രയും കോയിൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇതിന്ന് ഒരു ക്യാരക്ടറിനെ എടുക്കൂല. എന്താന്ന് വെച്ചാൽ ഞാൻ കോയിൻസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കുത്തമ്മ എന്തു പറ്റും, കാശ് തീരും. അതുകൊണ്ട് എത്ര ഈ ഫ്രീ ഫയർ എത്ര കോയിൻ പറക്കാൻ പറ്റുന്നോ അത്രയും കോയിൻ ഞാൻ പറക്കും. ഇനി പുതിയ ക്യാരക്ടർ വരുമ്പോഴേ ഞാൻ ഇനി കോയിൻ കൊടുക്കും. അല്ലെങ്കിൽ എന്നൊരു കൂട്ടുകാരൻ എന്നെ ചേട്ടൻ ഇതാ ഇരിക്കുന്നില്ലേ, ഇരിക്കുന്ന ഫുള്ളുണ്ട്. ഇതാ ഇതുണ്ട് ഇതെല്ലാം ഇവിടെ നിന്നാണ്. ഈ ക്യാരക്ടർ എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇനി ഞാൻ എല്ലാം എടുക്കും. ഇതെനിക്ക് എടുക്കണമെങ്കിൽ ഇതൊന്നും എടുക്കാൻ ഇനി പറ്റൂല. അതുകൊണ്ട് ഇനി വരുന്ന ക്യാരക്ടറിനെ എടുക്കാൻ പോകണം. ഇതൊക്കെ ഞാൻ എടുത്ത് സീരെ ഈ പണ്ട് എടുക്കണമെന്നിരിക്കില്ല. ഈ ബണ്ടിൽ ഞാൻ ഗൈസ് പിന്നെ ലക്കി ഇതൊക്കെ എന്തിന് പോണ ഗൈസ്. പിന്നെ ഈ ബണ്ടിൽ നിങ്ങൾ റിട്ടേൺ വന്ന് അറിയുന്നതായിരിക്കും. ഈ ബണ്ടിലിനെ എവിടെയോ ഒരു കണ്ട് പരിചയം. പബ്ജി ഇങ്ങനത്തെ ഗ്യാർ ബണ്ടിലും പബ്ജിയിലിടും. ഇതൊക്കെ ഇത് എനിക്ക് എല്ലാം ടോപ്പപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. പക്ഷെ പൈസ എവിടെ നിന്ന്, പൈസ ഒട്ടൊന്നുമില്ല. എനിക്ക് ഒരാഗ്രഹമല്ല, എനിക്ക് ഏതെങ്കിലും ഒന്നടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എനിക്കിതോ ഇതോ എങ്കിലും അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഒരു 40 ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരെണ്ണം മേടിക്കാൻ, 40 ഉണ്ടായിരുന്നെങ്കിൽ ഇതാ 50 ഉണ്ടായിരുന്നെങ്കിൽ ഇത് മേടിക്കും. പക്ഷെ അതൊക്കെ ഗരീനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തൂടെ, നമ്മൾ പാവില്ലേ. ഇവനെ കാണിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ലവ് കൊടുക്കുന്നതാണല്ലേ. ഇത് ഇവിടെ നിന്നാണല്ലേ ഇമോട്ട് ലക്കി റോയൽ വന്നത്. എനിക്കിതൊക്കെ എടുക്കണമെന്നുണ്ട്. അല്ല, ഒരു മിനിറ്റ്, ഇതും ഓക്കെ. പക്ഷെ ഈ ഇമോട്ട് അല്ല, ഇതിപ്പോ ഈ വണ്ടിന് വരുന്ന ഇമോട്ടല്ലേ, ഇതെന്തിന് ഇതിൻ്റെ കൂടെ വന്ന ഗരീന ഇത് വീണ്ടും റിട്ടേൺ കൊണ്ടു. ഇത് ഇപ്പൊ വന്നൊരു സാധനമാണ്, അന്ന് വീണ്ടും റിട്ടേൺ കൊണ്ടുവന്ന ഗരീന ഒരു കഷ്ടപ്പാട്. ഈ ക്യാരക്ടറിനെ എഴുതിയെടുക്കണമെന്നുണ്ട്. എനിക്ക് പറ്റൂല, പൈസ ഇല്ല. ഈ ഇമോട്ട് ഇത് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ എവിടെ നിന്ന് പൈസ? എന്തായാലും എനിക്കിപ്പോൾ ഒരു ഫ്രീ ഫയർ കളിക്കാൻ ഒരു മൂഡില്ല. എന്നാലും ഗായ്സ് പറയുകയാണെങ്കിൽ നമ്മൾ കളിക്കാതെ ഇരിക്കും. കളിക്കാം, തോക്കുമെന്ന് പറഞ്ഞൂടെ, തോറ്റൊന്നും പറയില്ല. ഇത് തോക്ക്, ഇത് തോക്കും ഗൈസ്. എനിക്കിത് തോക്കുമെന്നേ ഉറപ്പുള്ളൂ. നിങ്ങൾ പറയും തോക്കൂലെന്ന്. ഗൈസ് നിങ്ങൾക്ക് 50K എങ്കിലും സർക്കേഴ്സ് ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്കൊരു ഫസ്റ്റ് നിങ്ങളൊരു 50K നിങ്ങൾ പറയാമാക്കി തന്നാൽ
അങ്ങനെ ആക്കി ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർക്കേവേഴ്സ് കൂടെ എവിടെ നിന്ന് അടിക്കുന്ന ഇതുകൊണ്ട് ഓടാറങ്ങി. എനിക്കൊന്നും വയ്യ. എന്നെ കൊല്ലാൻ വന്നേക്കുന്നവൻ. അവിടെ ഇറങ്ങിയില്ലേ അവൻ. ഈശ്വര തോണ്ടേ പറ്റി. അവിടെ ഇറങ്ങി. എനിക്കൊന്നും വയ്യ നിന്നോട് വരെ. ഞാൻ വീരൻ, കുട്ടി വീരൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനാണ് ജയിച്ചത്. എനിക്ക് ജയിക്കാൻ പറ്റില്ല. ഗൈസ്, നിങ്ങളൊരു 50 ഗെയിമിന് ഫസ്റ്റ് നിങ്ങളൊരു 50 സർക്കേഴ്സ് ആക്കി എന്നിട്ട് മതി 50 എന്നാലേ നമുക്ക് സർക്കേഴ്സ് കൂടിപ്പോവാൻ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് 50 സർക്കേഴ്സേ പറയുന്നു. നിങ്ങളെന്ത് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. സർക്കൈവ് ചെയ്യാൻ നിങ്ങളെ കൈ നോവുന്നുണ്ടോ? നിങ്ങൾ കളിക്കാൻ നിങ്ങളെ കൈ നോവുന്നുണ്ടോ? പിന്നെ എന്തിനാണ് സർക്കൈവ് ചെയ്യുമ്പോൾ ഒരു കൈ ഒരു നോവക്കം? ഒറ്റ പ്രസിനങ്ങ് ആവും. അല്ലാതെ വലിയ പഠിക്കുന്നൊന്നുമല്ലല്ലോ നമ്മള്. പഠിക്കാൻ മടിയൊന്നും. ഈശ്വര അതുകൊണ്ട് ഇവനൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നു? അതുകൊണ്ട് എടുത്ത് ഈശ്വര ഇവന്മാരൊക്കെ ചത്തുപോയല്ലോ. ഞാൻ ചാവുമല്ലോ. എനിക്ക് ചത്താലേ വിജയം ഞാൻ കണ്ടിരിക്കും. ഞാൻ കണ്ടിരിക്കും. അയ്യോ, അത്രേ ഉള്ളൂ. തീർത്ത് എന്താ ഭയരിക്കട്ടെ. കണ്ട, ഇതാണ് ഈ ക്യാരക്ടറിനെ പറ്റിയത്. സ്കില്ലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന്. കണ്ട, ഒരു ഒരാളാണെങ്കിൽ സ്കില്ലിട്ട് കൊടുത്താൽ അവർക്ക് ഫുള്ള് ഹെൽത്ത് ഒന്നും പോവില്ല. ഒരു 20% ഹെൽത്ത് അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 80% ഹെൽത്തായിട്ടും പോവും. അതാണ് ഈ ക്യാരക്ടറിന് പ്രത്യേകത. ഈ ജെസ്സി ഇല്ലേ, ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ ടൈം ആൻഡ് ടോപ്പ് ചെയ്യലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് കണ്ടാലേ അറിയാം. പ്രൈം 1 പോലും ഇല്ല. എനിക്കൊരു പ്രൈം 3 എങ്കിലും ആവണമെന്നുണ്ട് ഗൈസ്. അതാണെങ്കിൽ എനിക്ക് ഞാൻ വരണോ? ഓഹോ, അവിടെ ഇല്ലേ? അവിടെ 20% നിങ്ങൾക്ക് വേണ്ടി തന്നെ കളിക്കുക. പോണ പെരുകാഴം വീട്ടിയതാണ് ഇവൻ. ഞാൻ നേരത്തെ ഇവനെ അടിച്ചിട്ടായിരുന്നു. അതിലുണ്ടത് ഇവൻ തന്നതാണ്. ഓനെ നോക്കി വെച്ചോനെ തരും. എന്നെ അതിൽ അടുത്ത കളിക്കാറ്റും കിട്ടിയവരാണെ തരും. അങ്ങനെ ഉണ്ട് അടിച്ച് കൊല്ലടാ. പിന്നെ അവന് അവൻ ഇപ്പൊ ചാവും. പോയി കൊല്ലടാ. ഇത്രേ ഉള്ളു. ടീം കൊല്ലാൻ കേട്ടാ ഗൈസ്. അവന്മാര് നൂറാൻ കാഴ്ച ചെയ്തേണ. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതും കൂടെ എടുത്തു വെച്ചേക്കെ. ഇതാണ് നല്ല തോക്ക്.
ഫുള്ള് നോക്കുമ്പോൾ ശരിക്കും പറയാൻ പറ്റൂലേ. ഇതെനിക്ക് പണ്ടൊരു അക്കൗണ്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എന്നെ ഈ അക്കൗണ്ടിലേ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് കാണിച്ചു തരാം. അതിലൊന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ വന്നപ്പോൾ ഞാൻ ഫ്രീ ഫയറൊക്കെ ആദ്യം ഉണ്ടാവുന്നതിലേക്ക് 48 ഞാൻ ആക്കിയിട്ടുണ്ട്. 48 ലെവലൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ഈ ഫ്രീ ഫയർ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഫ്രീ ഫയർ ഇഷ്ടമായിരുന്നു. പിന്നെയല്ലേ മനസ്സിലായി റിട്ടേൺ സംഭവമാണെന്ന്. പിന്നതാണ് ഗൈസ് അല്ലു അർജുൻ. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ആരുമല്ല. ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഇമോട്ട് ഹൈമോട്ട് മാത്രമേ ഉള്ളൂ. എന്നെ കളിയാക്കിയവരാരും ഡെസേർട്ട് ഈഗിൾ എടുത്തു ഗൈസ്. UMP എടുത്ത സാധാ UMP ആണ്. UMP 5 അല്ല, MB40 നല്ലതാണ്, MB5 നല്ലതാണ്. ഇപ്പം UMP ആണ് എടുത്ത ഗൈസ്. എനിക്ക് അതിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം. MB40 സ്കിന്ന്, MB40 ഇങ്ങനെ ചുമന്ന സ്കിന്ന് പൊളിയാടെ. ഒരു പ്രാവശ്യം ഇട്ട് നോക്ക്. നിങ്ങളെല്ലാവരും ചേട്ടാ ഇട്ട UMP സ്കിന്ന്. ചേട്ടൻ ഞാൻ എവിടെ നിന്ന് പൈസ ഇട്ടില്ല. ഞാൻ പോകണം. ഓ അവിടെ ആരുണ്ട്. എടാ ഹെൽപ്പ് ചെയ്തിട്ടൂടാ. അങ്ങനെ ഹാക്കർ വന്നാ ടീമില്. അത് ഓക്കെ. ഹാക്കർ വന്നാ AWM എടുത്തേക്ക്. ഹാക്കർ അച്ഛൻ വന്നാ ടീമില്. Need 1 minute. Oh, പൊളി ഗൈസ്. എനിക്കൊരു പേടിയുണ്ട്. പെട്ടെന്ന് പോ. AWM ഇട്. AWM. DJ കളി. ശാന്തമായിട്ട് കിടക്കുന്ന ലോകത്തിലെ അതുകൊണ്ട് അവിടെ കൊല്ലടാ. കൊല്ല്. ഓഹോ അവിടെയല്ലേ താമസം. പിന്നെ കാത്തിരിക്കുന്നു. താങ്ക്സ്. ഇവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. എവിടെ തിന്നു കാണുവാൻ
the light will pierce കൃഷ്ണൊരു through. കാര്യം പറയട്ടാ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പണ്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന CS ആയിരുന്നു. ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന ഏതാ നിങ്ങൾക്ക് അറിയാമോ? സ്കോഡായിട്ട് വന്നു. വളരെ കേട്ടിയില്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് പോകുന്ന പറയണം. അല്ല നിന്റെ അക്കൗണ്ട് പോന്നു. നിന്റെ അക്കൗണ്ട് കണ്ടല്ല കിട്ടിയിട്ടുണ്ട്. നിന്റെ അക്കൗണ്ട് ഏതാണ്? മലയാളി ഈ അക്കൗണ്ട് അല്ല, നിന്റെ പപ്പേന്റെ അക്കൗണ്ട് പോള്. എന്റെ അക്കൗണ്ട് അങ്ങോട്ട് മറ്റേ ടോപ്പി പിന്നെ റെഡി ഇപ്പൊ കൊടുക്കുന്നേ. ഇതൊന്നല്ല പോസ്റ്ററിലാണ്ടൊക്കെ പോണ പണി. ഗായ്സ് കളി അവന്മാരെ നമ്മളെ കിക്ക് ചെയ്തു വിട്ടാ. ഇപ്പൊ അവൻ വെള്ളത്തിലിടുന്ന ഇമോട്ടില്ലേ, അതെനിക്ക് ഇടണോന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇമോട്ട് ഇടുന്ന അല്ല അവൻ കുഴപ്പമില്ല. അവന്മാര് പോട്ട് പാവം ഒന്ന് താറ്റൊക്കെ വന്നിട്ട് താറ്റ എന്നെ മായിക്കാൻ പാവം പ്ലേസ് പെട്ടെന്ന് ഓടിക്കാൻ റിയല്ലാണ്. ഇതാ കളിക്കണം. അക്കൗണ്ട് കൊണ്ടോ നിന്റെ അക്കൗണ്ട് Follow the light. Or a nightmare. ഒരു കാര്യം പറയട്ടെ, ഈ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ അക്കൗണ്ടിന് ഉണ്ടാകുക. ഈ കളി തോറ്റേനെ എന്നെ അക്കൗണ്ട് പോകുന്നാണ് പറയണ. അപ്പോൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഫയർ കളി നിർത്തത്തില്ല. ഇങ്ങനെ ഒരു പാട്ടൊന്നും അക്കൗണ്ടിലായിരിക്കും കളിക്കുന്നത്. അതുകൊണ്ടെല്ലാവരും മറ്റവനാ. അയ്യോ കളിയനവിടെ
എനിക്ക് ഗൈസ് ഇരുണ്ട സാധനം ഇഷ്ടമില്ല. Thanks. Enemy very close. Double takedown. ദൃശ്യം 3 ഗൈസ്, ദൃശ്യം 3 പൊളിയായിരുന്നു. എനിക്ക് മൈക്ക് ഓണാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചേനെ. Shadow's gone. New ഗൈസ്, light ഞാൻ dawns. വിചാരിച്ചില്ല ഇവന്മാർ മലയാളികളായിരുന്ന. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എൻ്റെ മറ്റേ ഗസ്റ്റ് അക്കൗണ്ട് ഇല്ല, അത് ഫുള്ള് എനിക്ക് 2 ചേട്ടനെ കൂട്ടുകാരാണ്. ആ ചേട്ടന് മാത്രമാണ് മലയാളം. ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ഹിന്ദി, തമിഴ്. എനിക്കറിയാമോ ഗൈസ് ഈ ഭാഷ? ഞാനാണെങ്കിൽ ഇത് ഏത് ഭാഷ ഞാനിതുവരെ കേട്ടിട്ടില്ലാത്തതാണ്. ഞാൻ അങ്ങനെയാണ് ഗൈസ് ചിന്തിക്കുന്നത്. എനിക്കിതെങ്ങനെ അറിയുന്നത്? ആകെ അറിയുന്നത് ഈ ഉണ്ട. അവനില്ല ഉണ്ട എടുത്തിറങ്ങി അവന് ചന്തിരിട്ടാൻ കുത്തി കൊടുത്തു. അല്ല, അവൻ്റെ ബാക്കിലിട്ട് മതി. Help me. എവിടെ ഹെൽപ്പാക്കുന്നില്ല. Thanks. സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. Enemy spot. ശരി, ഇതൊന്നും വരാൻ പോണ. അയ്യോ, തലമടിക്കണമല്ലോ. Double ഇല്ല takedown. നേരെ വരാം. I placed the super bonfire. Help me. എനിക്കറിയടേ അവളല്ലേ ഗൈസ്, അവളാണ്. അവളിപ്പോൾ ഇറങ്ങുന്നൊന്ന് കടിക്കാം. Triple takedown. I placed the bonfire. ഫുള്ള് ഹെൽത്തില്ലെങ്കിൽ പോയാൽ Enemy very close. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് അടിക്കുന്ന. Shadow's gone. New light dawns. ഡാൻസ് ചെയ്യും. എനിക്കെന്താ വയ്യണ്ട. അയ്യോ, ഇത് മേടിച്ചേക്കണം ഗൈസ്. വേറെ എന്ത് മേടിച്ചാലും അത് മേടിച്ചു പിടിക്കണം. ഈ പണ്ടറിഞ്ഞൂടാ ഞാൻ ഇതെന്തേ സാധനം ഗൈസ്. ഇപ്പം ഞാൻ റാങ്ക് കൂട്ടുന്ന ഏതാണെന്ന് അറിയാമോ? പറയാം. ഞാനിപ്പോൾ BR ആണ് ഗൈസ് റാങ്ക് കൂട്ടുന്നത്. പണ്ട് കൂട്ടിക്കൊണ്ടിരുന്ന CS ആണ്. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ നല്ലത് BR ആണ്. മാച്ച് അടിച്ചില്ലെങ്കിൽ എനിക്ക് റാങ്ക് കൂടുന്നു. I placed the super bonfire. കുറച്ച് രീതിയിലിരിക്കാം. Head there. First doom. അതില്ലേ നമ്മളത് ആവശ്യമൊന്നുമില്ല. ഓ, അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. Thanks. Double takedown. എനിക്ക് ഒരു സാധനം ഇഷ്ടമില്ല. മറ്റേ എന്ന് പറഞ്ഞ ഉണ്ട സാധനം. Shadow's അത് gone. ഇട്ടാലുണ്ടാവും New light കുഴപ്പം. dawns. കണ്ണില്ലേ? കുഴപ്പമില്ല, ഇതാറ്റം എടുക്കാം. കണ്ണ് വരുമെന്ന് ഒതുക്കി ബ്രോ എടുത്ത്. അയ്യോ, ആ ബ്രോ എല്ലാ കണ്ണും എടുത്ത്. ഞാനാണെങ്കിൽ ഒരു ആകെ എൻ്റെ 200 മേടിക്കും. ഇത് 1000, ഇത് 200. ഒരെണ്ണം മേടിച്ച് വെച്ചേക്കാം. ആവശ്യം വരായി.
ഞാൻ കൊല്ലാനടാ ഇവൻ. I placed the super Yo. bonfire. Enemy buried. Help me! First doom. Double takedown. സ്നെക്ക് പോയെന്നെങ്കിലും ഗൈസ് ഇങ്ങനെ ഈ കളി നമ്മൾ ഉണ്ടാക്കി വിട്ടു. മര്യാദക്ക് ഞാൻ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാതിരുന്ന ഇവന്മാർ എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്? എനിക്കല്ല കുഴപ്പമുണ്ടാ? 3000 ഒരു ഗ്രൂവാളായിട്ട് ഒരു ഗ്രൂവാളും കൊണ്ട് ഞാൻ എന്തിരിയെ ഗൈസ്. പിന്നെ ഗ്രൂവാള് ഗൈസ് ഈ ഫ്രീ ഫയർ പബ്ജി ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂവാള് പബ്ജിയിലുണ്ടെന്നറിയാം. പക്ഷേ ഈ ഗ്രൂവാൾ എന്ത് പബ്ജിയിൽ എവിടെയും കിട്ടാത്തത്? ഈ പൊട്ടനെന്ത് എടാ നിനക്ക് എന്തിനാ ഗൈസ്? ഇവനെന്തിനാ അസുഖം? ഇവനെന്തിനാ അസുഖം എനിക്കറിഞ്ഞൂടെ. ഞാനായിട്ടാണെങ്കിൽ ഇങ്ങനെ കമത്തി എടുത്തടിച്ചു. ഓടാറങ്ങി എന്നെ ചോദിക്കാം. നീ എത്രയ്ക്കോ ആയടാ? I placed the super bonfire. എടാ ഇതിലെവിടെന്നാ ഉണ്ട്? Thanks. അവന്റെ കളിയേറ്റ നമുക്ക് പോവാം. അവൻ നമ്മളെ കളി സ്പീക്ക് ചെയ്തു. അവൻ കളിന്ന് വരുന്നെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് CS വെച്ചിട്ട് നോളം കിട്ടും. 1:43 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. 1 മിനിറ്റ് ഗരീന മെസ്സേജ് കൊടുത്തു. എനിക്കറിയാം ഗരീന എങ്ങനെ മെസ്സേജ്. ഈശ്വര, ഇത് തമിഴ് ഗൈസ്. ഇത് തമിഴ് അറിയുന്നവരാണെങ്കിൽ ഒന്നും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇത് ടൈപ്പ് ചെയ്ത് എനിക്ക് കമൻ്റായിട്ട് അയച്ചേക്കണം. എനിക്ക് തമിഴ് അറിഞ്ഞൂട. പിന്നെ മാച്ച് ഓൺ 24/5/26 AFK എന്തൊരു ഗൈസ്. ഇത് വിൽ ഇവനെ ഫ്രണ്ടാകും. പിന്നെ ശരി പോ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എന്നിട്ട് ഇവന്മാരെ വിളിക്കട്ടെ. ഇവന്മാരെ എങ്ങനെ വലിയ ചാമ്പ്യനായിട്ട് പോയാണ് ഇവൻ. ഗൈസ്, ഞാൻ ഒരാളെ അക്കൗണ്ട് കാണിച്ചു തരാം. അത് വന്നേക്കണം. പിന്നെ ഉണ്ടാന്ന് നോക്കട്ടെ. ആ കിട്ടി. പ്രൈം 3 പേരാണ് ഇപ്പോഴത്തെ പുതിയ ഇങ്ങനത്തെ ഈ UID. UID ആണെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കിക്കോ. 35 കാണാൻ പറ്റില്ല. ഞാൻ വേറെ ഏതെങ്കിലും അക്കൗണ്ട് എടുത്ത് UID അടിക്കാൻ പറയാം. ഈ അക്കൗണ്ട് എടുത്ത UID ഒന്നുതരാം. ഇത് നല്ല അക്കൗണ്ടാണ്. കണ്ടില്ലേ? എനിക്കിത് അടിക്കണമെന്നുണ്ട്, പക്ഷേ പൈസ ഇല്ല. UMBയുടെ സ്കിന്ന് നിങ്ങൾക്ക് ഏതാണെന്നറിയാം? MP40 UMBയുടെ മറ്റേ BR ഫ്രീ ആയിട്ട് കിട്ടൂല ആ സ്കിന്നാണ്. അല്ലാന്നെങ്കിൽ മാത്സ് സ്കിന്നായിട്ട് വേണം. ഓ, ടോപ്പാണ് അവർ. എങ്ങനെ പോണ? ആ, ഇതിന് ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരാം. ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പറയട്ടെ, 55 പേരുണ്ട്. 5 ലെവലും 55 പേരുണ്ട്. 55 പേര് മാക്സിമം എവിടെയും. ഐഡി പറയണം. 63 59 44 37 ഇതാണ് UID. പിന്നെ ഈ പ്രോ ഒരു ഹീറോയിൻ മാസ്റ്റർ പ്ലേയേഴ്സാണ് ഏട്ടന്. ഇപ്പം കാണിച്ചതന്നെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്, അല്ല മാസ്റ്റർ പ്ലെയറാണ്. ഈ ഒരു ഗിൽഡില് 8 പേരേ ഉള്ള 35 പേര്. ഇവരെ ഗിൽഡിലേറ്റം പോയി ചേർന്ന് മതിയായിരുന്നു. നല്ല ആൾക്കാരുണ്ട്. ഇവർക്ക് 12 ലെറ്റേഴ്സ് ഉണ്ടാകും. നോക്കട്ടെ, 1 2 3 4 5 6 7 എണ്ണേ ഉള്ളൂ. എനിക്ക് ആദ്യം നടിച്ചപ്പോൾ വരുന്നില്ല. എന്ത് ചെയ്യാൻ? എനിക്ക് ഞാൻ വല്ല ചെറിയ ഏതെങ്കിലും പെറ്റിനിടാൻ പറ്റുമെന്ന്. ചെറിയ ഏതെങ്കിലും പെറ്റിനിടാൻ പറ്റുമെന്ന്. ഫുഡ് കഴിക്കട്ടോ. ഇനിങ്ങനെയുണ്ട് പ്ലേയല്ലേ ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ കണ്ട നക്കുന്ന സൗണ്ട് കിട്ടി. നമുക്ക് പേര് കൊടുക്കാം. ഫ്രീ ഡയമണ്ട് ഇതൊരു പേര് കൊടുക്കും. എന്നെ പേര് എന്നെ കൊടുക്കാൻ പോകും. ഭാഗ്യരാജ് BR എന്ന് കൊടുക്കാം. എന്നെ നോട്ട് BR കൊടുത്തിട്ട് ഭാഗ്യരാജ് നാറ്റം കൊടുക്കാം. ആദ്യം എന്ന് നാറ്റം കൊടുത്താലോ? അതേ കൊടുക്കാൻ പറ്റും. നമ്മളെ ക്യാറ്റ് റെഡി ആയിട്ടുണ്ട്. ക്യാറ്റിനെ അല്ല ഞാൻ ഇടാൻ പോണ, ഇതിനെയാണ് ക്ലൈം. എനിക്കിത് തന്നെയാണ് ഇഷ്ടം. ഇതിടമ്മ എന്തൊരു മനസ്സ് തോന്നിട്ട്. അയ്യേ, ഇങ്ങനെ എവിടെ ഇല്ലാത്ത അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു 50 ഇല്ല. ഫസ്റ്റ് എനിക്ക് ലൈക്ക് ടാർഗറ്റ് ഒരു 50 ആ ഫസ്റ്റ് നിങ്ങളൊരു 50 ലൈക്ക് ടാർഗറ്റ് തരുമോ? 50 ലൈക്ക് ടാർഗറ്റ് എങ്കിലും ഫസ്റ്റ് നിങ്ങളെനിക്ക് ഒരു 50 ലൈക്ക് ടാർഗറ്റ് തരൂ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ലൈക്ക് ടാർഗറ്റ്സ് എനിക്ക് തന്നാൽ മതി, ഒരു കുഴപ്പമില്ല. 50 ഫസ്റ്റ് നിങ്ങളൊരു 50 സബ്സ്ക്രൈബേഴ്സ് തന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു 50 എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തരണം. എന്നിട്ട് 50 സബ്സ്ക്രൈബേഴ്സ് തന്നിട്ട് പിന്നെ ഞാൻ പറയണ 50 ആക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പീഡ് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. നിങ്ങളെ കൈക്കൊരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾ കാർട്ടൂൺ കാണും, എൻ്റെ ഗെയിമിങ് വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, അത് ഓക്കെ. ഇൻസ്റ്റ കാണും, അതിലും ലൈക്ക് ചെയ്യും. പിന്നെ ഫേസ്ബുക്ക് കാണും, അതിലും ലൈക്ക് ചെയ്യും. പക്ഷേ ഫോളോയും സബ്സ്ക്രൈബേഴ്സും ഒന്നും നിങ്ങൾ ചെയ്യാത്ത. സോറി, എനിക്ക് ഫോളോ ഇല്ല, എനിക്ക് ഇൻസ്റ്റ ഇല്ല. പക്ഷെ നിങ്ങളെന്തിന് ഇൻസ്റ്റ ഇല്ല? ഇൻസ്റ്റ ഉണ്ടോ ഒരിക്കൊക്കെ ലൈക്കും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് മാത്രം ഇവൻ എന്ത് എനിക്ക് മാത്രം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് തരാത്തെന്ത്? ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് താ പ്ലീസ്. എനിക്ക് ആവശ്യമുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ്. 100K അടിച്ചാലേ നിങ്ങളെനിക്ക് തരുന്ന സമ്മാനം എനിക്ക് എടുക്കാൻ പറ്റൂ. പ്ലേ ഔട്ട് പെട്ടെന്നൊന്ന് 100K അടിച്ചു തരും നിങ്ങൾ. ഈ വർഷം ആകുമ്പോൾ ഇങ്ങനെ ഈ വർഷമല്ല, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ആവാം. നിങ്ങൾ നവംബർ 26 ആകുമ്പോൾ വരെ എനിക്ക് 100K അടുപ്പിച്ച് തരും. അന്നാണ് എൻ്റെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. അന്നങ്ങനെ നിങ്ങളൊന്ന് അടുപ്പിച്ച് തരൂ. അല്ലെങ്കിൽ വേണ്ട 50 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ 28 അപ്പോൾ ഒന്ന് അടുപ്പിച്ച് തരൂ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറക്കല്ലേ ലൈക്ക്. അയ്യോടാ പാവോ കണ്ട വിഷമിച്ചിരിക്കരുത്. മലയാളിയാണ് കേട്ടോ. ഞാൻ നാളെ എന്നെ മൈക്കോണാവട്ടെ, അപ്പം ഞാൻ മറിക്കും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം എല്ലാവരും, മറക്കല്ലേ. ലൈക്കും കേവും ആക്കണേ. ലൈക്കും ഒന്ന് 100K ആക്കണം. എല്ലാം 100K ആക്കിയാലേ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അടിച്ച്, സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ആ ബെല്ലൊന്ന് ടിങ് ആ കറുത്തേരും കൊടുത്തത്. അപ്പം ടിങ് എന്ന് പിടിക്കും. അപ്പം നിങ്ങളെ ബെല്ലൈക്കാനും കൂടെ നട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവർക്കും ബൈ. ഇനി നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് കണ്ടുകൂടാ. എപ്പോഴെങ്കിലും നമ്മൾ വന്നിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചാർജ് ഉണ്ടായ ഇത്രയും ആക്കി. അതാണ് നമ്മളെ അപ്പോൾ ഇത്രേ ഉള്ളൂ. 14 ഉള്ളൂ. നേരത്തെ 41 ഉണ്ടായിരുന്നു, അന്നേ 14 ആക്കിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പബ്ജിയുടെ വീഡിയോ എനിക്ക് പബ്ജി നെറ്റ് കിട്ടുന്നില്ല. ഞാൻ നെറ്റൊന്ന് നോക്കാം. നെറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ ഞാൻ നിങ്ങളെ ഇത് ചെയ്തിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്തത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഗൈസ്, എനിക്കൊരു ഡൗട്ട്. ഇത് ഗിഫ്റ്റ് വന്ന് നടക്കുന്നത് എന്തിനാണ് ഗിഫ്റ്റ്? ഇത് എടുത്തില്ലേ? ഇത് എടുത്തില്ലായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നു പോയതായിരുന്നു. വെറുതെ ഒരു ഗിഫ്റ്റ് തരാം. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ആ ഹിന്ദിയിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാൻ വേണമെങ്കിൽ. എവിടെ അത് പോയാ? ഇതിലല്ലേ ഇതെന്തോ ഒന്ന് കാണിച്ചു തരണേ. ഹിന്ദിയിൽ എഴുതിയേക്കുന്ന, തമിഴ് എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ എല്ലാവരും അമർത്തി പിടിക്കണം. ടിങ് ടിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും വരാം. എല്ലാവരും പെട്ടെന്നൊന്ന് 50 അല്ലെങ്കിൽ 100K ആക്കിയാണ്
ഗൈസ് ഓൺലൈനിൽ വന്നു ലോങ് ലൂഫ് മാച്ച് 0 മിനിറ്റ് ആയതേ ഉള്ളൂ 3 മിനിറ്റ് ലോങ് ലൂഫ് മാച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ എല്ലാവരെയും ഗുഡ് നൈറ്റ്.